ജോസ് ബട്ട്ലർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് രാജസ്ഥാൻ ടീമിനെയായിരുന്നു. കാരണം രാജസ്ഥാന് വേണ്ടി ബട്ട്ലർ ഒരുപാട് മികച്ച കളി പുറത്തെടുത്തിട്ടുണ്ട്. എന്നാൽ രാജസ്ഥാൻ ബട്ട്ലറെ അനാവശ്യമായിട്ട് പുറത്താക്കി. ഇപ്പോഴേന്ന് ഗുജറാത്തുമായിട്ട് ജയിച്ച ശേഷം ബട്ട്ലർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുജറാത്ത് അങ്ങനെ ജയിച്ചിരിക്കുകയാണ്. രാജസ്ഥാന് ദയനീയ പരാജയമാണെന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇന്ന് കളി ജയിച്ച ശേഷം ബട്ട്ലർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം രാജസ്ഥാനെതിരെ ജയിക്കുമ്പോൾ അതെനിക്ക് സന്തോഷം തന്നെയാണ്. കാരണം അവർ എന്നെ ടീമിൽ നിന്ന് പുറത്താക്കി. ഞാൻ മികച്ച കളി രാജസ്ഥാന് വേണ്ടി കളിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് ടീമിൽ അവസരങ്ങൾ തന്നില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ കളി ജയിച്ചാലും രാജസ്ഥാൻ ടീം മികച്ചവരാണ്. സഞ്ജുവിന്റെ കളി രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. സഞ്ജുവിനൊപ്പം കളിക്കാൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. രാജസ്ഥാൻ ടീമുമായിട്ട് എനിക്ക് ഒരുപാട് ആത്മബന്ധമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഗുജറാത്ത് ടീമിലാണ്. അതുകൊണ്ട് ഈ ടീമിന് വേണ്ടി എൻ്റെ 100% എനിക്ക് കൊടുക്കേണ്ടതുണ്ട്. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരാൻ പോകുന്ന മാച്ചിൽ ഇതുപോലെ തന്നെ കളിക്കുമെന്ന് ജോസ് ബട്ട്ലർ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ നിരാശയിലാണ്. രാജസ്ഥാൻ കളി തോറ്റിരിക്കുകയാണ്. ബാറ്റിംഗിൽ വമ്പൻ പരാജയമാണ് രാജസ്ഥാൻ ആയിരിക്കുന്നത്. സഞ്ജു ഓപ്പണിംഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജയ്സ്വാൾ ഫ്ലോപ്പായിരുന്നു. റാണ, പരാഗ് തുടങ്ങി എല്ലാവരും ഫ്ലോപ്പായി. അവസാനം ഹെയ്റ്റ്മർ മാത്രമാണ് ഒന്ന് കളിച്ചത്. കുറച്ചും കൂടി ശ്രദ്ധിച്ചു കളിച്ചുവെങ്കിൽ രാജസ്ഥാന് ഇന്നത്തെ മാച്ച് ജയിക്കാമായിരുന്നു. ബൗളിംഗിൽ രാജസ്ഥാൻ പരാജയമാണ്. കുറച്ചും കൂടി നോക്കി കളിച്ചെങ്കിൽ ഇത്രയും അധികം റൺസ് ഗുജറാത്ത് എടുക്കില്ലായിരുന്നു. 217 റൺസ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു ടാർഗറ്റാണ്. രാജസ്ഥാൻ അത് മറികടക്കാൻ സാധിച്ചേനെ. പക്ഷേ ബാറ്റിംഗിൽ ആരും തന്നെ ഫോമായില്ല. സഞ്ജു കുറച്ചു നേരം പിടിച്ചു നിന്നു. എന്നാലും സഞ്ജു അവസാനം പുറത്തായി. ഇങ്ങനെ തന്നെ രാജസ്ഥാൻ മുന്നോട്ട് പോയാൽ പ്ലേ ഓഫ് കാണില്ലെന്നത് ഉറപ്പാണ്. രാജസ്ഥാൻ ടീമിൽ മാറ്റങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.